എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരു കൂട്ടുകറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ കൂട്ടുകറി ഉണ്ടാക്കും. ഒന്ന് പച്ച തേങ്ങ അരച്ചിട്ട് ഉള്ള കൂട്ടുകറിയും നാളികേരവും മസാലകളെല്ലാം കൂടി വറുത്തിട്ട് ഉള്ളൊരു കൂട്ടുകറി. അപ്പോൾ ഞാനിന്ന് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള നാളികേരം പച്ച അരച്ചിട്ടുള്ള കൂട്ടുകറിയാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചക്കായും ചേന എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1.5 കപ്പുണ്ട്, ഇത് 1 കപ്പുണ്ട്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ട് 2.5 കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് നാളികേരം വേണം. മൊത്തം നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1.5 കപ്പ് നാളികേരം വേണം. അതിൽ ഒരു 1/2 കപ്പിൽ താഴെ 1/2 കപ്പ് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ അരയ്ക്കാൻ വേണ്ടി. കാരണം ഒരുപാട് നാളികേരം അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പുഴുക്കിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 മുതൽ അരയിൽ എൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ നാളികേരം ചിരകി ഒരു 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടിയും അരച്ചെടുക്കാൻ വേണമെങ്കിൽ എരിവ് നോക്കിയിട്ട്. അപ്പോൾ വേണ്ടാന്നുള്ളൊരു കുരുമുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ അതിന് എരിവ് കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കണ്ട. അപ്പോൾ ഇതിൽ പിന്നെ വേണ്ടത് കടലയാണ്. അപ്പോൾ കടല ഞാനിതാ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് കടലയാണ് ഞാൻ എടുത്തത്. 1/2 കപ്പ് കടലേനെ വെള്ളത്തിൽ ഒരു 7 മണിക്കൂർ കുതിർത്തു. അതിനുശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഒരു 7 വിസിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം വളരെ കുറവാണ് ഒഴിച്ചത്. ഇതിൻ്റെ കടലയുടെ നിരപ്പിനെക്കാട്ടിലും ഒരു ഇച്ചിരി താഴ്ന്നു നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഈ കായയും ചേനയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ പോകണം. നമ്മൾ തുറന്ന് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇതുപോലെ കടല വേവിച്ചിട്ട് അതിനകത്തേക്ക് തന്നെ ഈ കഷ്ണങ്ങൾ ഈസി ആയിട്ട് ചെയ്യണ ഒരു പണിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും ചെയ്യണൊരു ഈസി പണിയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഈ കായയും ചേനയും കൂടി ചേർക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ ഒറ്റ വിസിൽ വെച്ചെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ, നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ചേർക്കണോണ്ട് തന്നെ എരിവുള്ള മുളക് പൊടി അധികം ചേർക്കണില്ല കേട്ടോ. ഇത്രയും ചേർത്തിട്ട് ഇനി ഇതിനകത്ത് വെള്ളം ഒഴിക്കണ്ട, ഇതൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് നമുക്ക് വേവിച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. ഒറ്റ വിസിൽ വെച്ചിട്ട് എടുക്കണം. കൂടുതലിട്ട് അടിച്ചു കഴിഞ്ഞാൽ ചേനയും കായൊക്കെ വെന്തുടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ആ ഒരു കൂട്ടുകറിയുടെ ഒരു ഇതിൽ കിട്ടില്ല നമുക്ക്. അപ്പോൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒറ്റ വിസിൽ വെച്ച് അപ്പോൾ ഇതാ നമ്മുടെ കൂട്ടുകറിക്കുള്ള ചേനയും കായയും ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ 1 വിസിൽ വെച്ചിട്ട് അത് കംപ്ലീറ്റ് എയർ പോണ വരെ നിന്നില്ല, അതങ്ങ് കുറച്ച് എയർ തട്ടിക്കളഞ്ഞു. അപ്പോൾ അത് ചേനയുടെയും കായയുടെയും വേവ് അനുസരിച്ചിട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ട് വേവിച്ചാൽ മതി. കുക്കറിലിടുമ്പോൾ ഒറ്റ വിസിൽ വെച്ചിട്ട് കുറച്ച് എയർ നമ്മൾ തട്ടിക്കളയണം. അപ്പോഴാണ്, അല്ലെങ്കിൽ അത് നന്നായിട്ട് ഉടഞ്ഞു പോകും. പിന്നെ വെള്ളവും അധികം വേണ്ട. വെള്ളം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് നമ്മൾ കുറച്ചൊരു നാളികേരം അരയ്ക്കുമ്പോൾ ചേർക്കണ വെള്ളം അല്ലാണ്ട് കൂടുതൽ വെള്ളം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ലൂസായിട്ട് പോകും കറി. അപ്പോൾ അധികം വെള്ളം ഇല്ലാണ്ട് എടുക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരം വറുത്തെടുക്കണം. അപ്പം മൊത്തം നമ്മൾ 1.5 കപ്പിൽ ഒരു 1/4 to 1/2 കപ്പിൻ്റെ ഇടയിൽ അരക്കാൻ വേണ്ടിയിട്ട് എടുത്തു. ബാക്കിയുള്ള നാളികേരം അങ്ങനെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് വറുത്ത് ചേർക്കുകയാണ്. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ ഞാനിതൊരു അടികട്ടിയുള്ള ചീനച്ചട്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യണത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത്. അപ്പോൾ ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യുക. ഒരു 2 to 3 ടേബിൾ സ്പൂണെങ്കിലും വേണം. കാരണം നാളികേരം വറക്കാനുള്ളതാണ്. അതിനകത്തേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 2 ടീസ്പൂൺ ഉഴുന്നൊന്ന് കളറ് മാറി വരുമ്പോൾ 2 വറ്റൽമുളക്, അപ്പോൾ നമ്മുടെ കൂട്ടുകറിക്കുള്ള നാളികേരം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ചുമപ്പ് കളർ, നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കുക. ഒരു കാരണവശാലും തീ കൂട്ടി വെച്ച് കൊടുക്കരുത്. ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കൂട്ടുകറിയുടെ കംപ്ലീറ്റ് ടേസ്റ്റ് പോകും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കണ കായയും ചേനയും കടലയും കൂടിയും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
ഇതേ രീതിയിലും നമുക്ക് ഈ കൂട്ടുകറി ഉണ്ടാക്കിയെടുക്കാം, നാളികേരം അരയ്ക്കാതെ. അപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്ത് കാണിച്ചത്. ഈ രീതിയിലും നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നാളികേരം അരച്ച് ചേർക്കുന്നില്ല. ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചേക്കണ നാളികേരം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഉപ്പ് നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക്. അപ്പോൾ നാളികേരം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു 1-2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ, നമുക്ക് വേവാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇതാ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കായൊക്കെ വേവിക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുത്തു എന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഞാൻ എപ്പോഴും എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ഇടുന്നത്, മിക്കവാറും അങ്ങനെയാണ് ഞാൻ ഇടാറ്. അതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളൂ. അല്ലെങ്കിൽ ഓർമ്മയില്ലാണ്ട് പിന്നെയും ചിലപ്പോൾ ഉപ്പെടുത്തിട്ടെന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്, ശരിക്കും ഇങ്ങനത്തെ ഒരു സദ്യയിലൊക്കെ ഈ ഒരു രീതിയിലാണ് കൂട്ടുകറി ഇരിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഒരുപാട് വെള്ളം ഉണ്ടാവാൻ പാടില്ല. കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ ശരിക്കും നല്ല ഡ്രൈ ആയിട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ കൂട്ടുകറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മളിത് നാളികേരം വേവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചേനയും കായയും ഒരുപാട് വേവിക്കരുതെന്ന് പറയണതിൻ്റെ കാരണം അത് നമ്മളിങ്ങനെ ഇട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ചേനയും കായയൊക്കെ കൂടി ഉടഞ്ഞ് ഇതൊരു പുഴുക്കിൻ്റെ പരുവത്തിലേക്കായിട്ട് മാറും. അപ്പോൾ ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ 2 രീതിയിൽ കൂട്ടുകറി ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയും ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെയ്യണ ഒരു നാളികേരം വറുത്ത മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു കൂട്ടുകറി ഉണ്ട്. നെക്സ്റ്റ് ഒരു ഫെസ്റ്റിവൽ വരുമ്പോൾ ഞാൻ അതും ചെയ്ത് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് അറിയിക്കണം. അപ്പോൾ പുതിയ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഇതാ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അതായത് ഈ നാളികേരം അരച്ചത് ചേർത്തിട്ട് തിളപ്പിക്കേണ്ടതെന്നൊരു ഡൗട്ട് വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതുപോലെ ഒരു അടികട്ടിയുള്ള പാത്രം എടുത്ത്, പാത്രം നന്നായിട്ട് ചൂടായിട്ടാണ് കിടക്കണേ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വളരെ കുറച്ചൊരു ക്വാണ്ടിറ്റിയിൽ നാളികേരമാണ് ചേർക്കണുള്ളൂ. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ആ വെള്ളം ഒന്ന് തിളച്ച് ജസ്റ്റ് 1-2 മിനിറ്റ് ആ തിളച്ച് വറ്റണ സമയം കൊണ്ട് ആ നാളികേരം അതിൻ്റെ കൂടെ വെന്ത് വന്നോളും. അപ്പോൾ അടുക്കി പിടിക്കാണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ചേനയും കായയും അധികം വേവിക്കരുതെന്ന് പറഞ്ഞേട്ടോ. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ചെയ്ത് പോയി എന്നുള്ള ആർക്കൊരു ഡൗട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.